ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങളൊക്കെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളിൽ നിന്നൊക്കെ കിട്ടാവുന്ന എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട ഫാറൂഖ് സാഹിബ് അദ്ദേഹത്തിന്റെ വാർഡ് ഏറ്റവും മികച്ച നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ മികച്ചൊരു വാർഡായി മാറ്റിയിരിക്കുകയാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ കോവിലകമ്പടി 15-ാം വാർഡ് സമ്പൂർണ്ണ വികസനം പ്രഖ്യാപിച്ച് അരക്കോടിയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നജീബ് കാന്തപുരം MLA നിർവഹിച്ചു. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും വലിയ വാർഡുകളിലൊന്നും അനവധി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശവുമായ കോവിലകമ്പടി 15-ാം വാർഡിൽ സമ്പൂർണ്ണ വികസന പ്രവർത്തനങ്ങൾ പ്രഖ്യാപിക്കുകയും ET മുഹമ്മദ് ബഷീർ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ അനുവദിച്ച് ആപ്പിൾ വാലി റോഡിന്റെയും കൊളക്കട ഫാറൂഖ് പടി റോഡിന്റെയും നജീബ് കാന്തപുരം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ അനുവദിച്ച് ഒന്നാം ഘട്ട പ്രവർത്തനം പൂർത്തീകരിച്ച ചീരക്കുഴി കോളനി റോഡിന്റെയും MLA നജീബ് കാന്തപുരത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച മിനി മാസ് ലൈറ്റിന്റെയും MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് കോവിലകമ്പടി റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനവുമാണ് നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തത്. പെരിന്തൽമണ്ണ നഗരസഭയിലെ ഏറ്റവും വലിയ വാർഡായ 15-ാം വാർഡ് പാതായിക്കരയിൽ നജീബ് കാന്തപുരം MLAയുടെയും ET മുഹമ്മദ് ബഷീർ MPയുടെയും ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 50 ലക്ഷത്തിലധികം രൂപ വിനിയോഗിച്ച് നടപ്പിലാക്കുന്നതും പൂർത്തീകരിച്ചതുമായ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നജീബ് കാന്തപുരം MLA നിർവഹിച്ചത്. MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച 20 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കോവിലകമ്പടി റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. 3 ലക്ഷം രൂപ അനുവദിച്ച് ഒന്നാം ഘട്ടം പൂർത്തീകരിച്ച ചീരക്കുഴി കോളനി റോഡും ഒരു ലോമാസ് ലൈറ്റും MLA നാടിന് സമർപ്പിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയിൽ തന്നെ സർവ്വമേഖലകളിലും വികസനം യാഥാർത്ഥ്യമായ വാർഡാണ് പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖിന്റെ നേതൃത്വത്തിലുള്ള 15-ാം വാർഡ്. അർപ്പണ മനോഭാവത്തിലൂടെ മാത്രമേ ഒരു ജനപ്രതിനിധിക്ക് ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനാവുകയുള്ളൂ എന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. നമ്മുടെ പാതായിക്കര വാർഡിൽ പച്ചേരി ഫാറൂഖ് സാഹിബിന്റെ നേതൃത്വത്തിൽ വളരെ ഉജ്ജ്വലമായ വികസന പ്രവർത്തനങ്ങളാണ് ഈ ഒരു ടേമിൽ നടന്നിട്ടുള്ളത്. ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങളൊക്കെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളിൽ നിന്നൊക്കെ കിട്ടാവുന്ന എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട ഫാറൂഖ് സാഹിബ് അദ്ദേഹത്തിന്റെ വാർഡ് ഏറ്റവും മികച്ച നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ മികച്ചൊരു വാർഡായി മാറ്റിയിരിക്കുകയാണ്. ഇന്നൊരു ദിവസം കൊണ്ട് മാത്രം 5 പ്രവർത്തികളുടെ ഉദ്ഘാടനമാണ് നിർവഹിച്ചിരിക്കുന്നത്. ഒരു ലോമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു, 20 ലക്ഷം രൂപയുടെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു, MPയുടെയും MLAയുടെയും ഫണ്ടിൽ നിന്നുള്ള മറ്റ് 3 പ്രവൃത്തി ഉദ്ഘാടനങ്ങളും നിർവഹിച്ചു. ഇതെല്ലാം ഒരു ജനപ്രതിനിധിക്ക് സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത കൊണ്ടും അർപ്പണ മനോഭാവം കൊണ്ടുമാണ്. അപ്പൊ ഏതായാലും വളരെ സന്തോഷമുള്ള കാര്യം, ഈ വാർഡിലെ ജനങ്ങൾക്ക് എത്തിക്കാൻ കഴിയുന്ന വികസനത്തിന്റെ പരമാവധി അദ്ദേഹം MP MLA ഫണ്ടുകളെല്ലാം എത്തിച്ചുകൊണ്ട് നിർവഹിച്ചിട്ടുണ്ട്. അതിനുള്ളൊരു അഭിനന്ദനം കൂടി അദ്ദേഹത്തിന് അറിയിക്കുന്നതോടൊപ്പം നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു അസുലഭമായ മുഹൂർത്തത്തിൽ സന്തോഷിക്കുകയും ചെയ്തു. റോഡ്, കുടിവെള്ളം, ഭവനങ്ങൾ തുടങ്ങി എല്ലാ മേഖലകളിലും ഈ 5 വർഷ കാലയളവിനുള്ളിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കൗൺസിലർക്ക് സാധിച്ചിട്ടുണ്ട്. വാർഡുകളിൽ വികസനങ്ങൾ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ജനപ്രതിനിധികളുടെ കൃത്യമായ ഇടപെടലുകൾ ആവശ്യമാണെന്നും ജനങ്ങളുടെ കൂടെ നിന്ന് 5 വർഷം പ്രവർത്തിക്കാനായതിൽ സന്തോഷമുണ്ടെന്നും പച്ചേരി ഫാറൂഖ് പറഞ്ഞു. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ 15-ാം വാർഡ് മുനിസിപ്പാലിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ വാർഡും ഏറ്റവും ജനസംഖ്യ ഉള്ള ഒരു വാർഡാണ്. 1500-ൽ പരം വോട്ടുള്ള ഒരു വാർഡാണ്. 400-ൽ പരം കുടുംബങ്ങളും താമസിക്കുന്ന ഒരു വാർഡാണ്. ഏറ്റവും വലിയ വാർഡാണ് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ. ആ വാർഡിൽ വികസനം സമ്പൂർണ്ണമാക്കാൻ കഴിയുക എന്നുള്ളത് ഒരു ജനപ്രതിനിധിക്കും കഴിയാത്ത ഒരു സംഗതിയാണ്. ഈ കഴിഞ്ഞ 5 കൊല്ലം നഗരസഭയുടെ ഫണ്ടിൽ നിന്ന് ആകെ കിട്ടിയത് 50 ലക്ഷം രൂപയാണ്. ആകെ നഗരസഭയിൽ നിന്ന് കിട്ടിയത്. അതേസമയം പെരിന്തൽമണ്ണയിലെയും ഈ മലപ്പുറത്തെയും MP ET മുഹമ്മദ് ബഷീറിന്റെയും ബഹുമാനപ്പെട്ട നജീബ് കാന്തപുരം MLAയുടെയും പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് മാത്രം 50 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് ഈ വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതാണ്. ഈ വാർഡിൽ ഇനി ഒരു റോഡും പുതിയതായിട്ട് ചെയ്യാനില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ സമ്പൂർണമായി കുടിവെള്ള പദ്ധതികൾ, പൈപ്പ് ലൈന് എത്താത്ത ഒരു പ്രദേശവും ഈ വാർഡിലില്ല. എല്ലാ കുടുംബങ്ങൾക്കും വൈദ്യുതി തെരുവ് വിളക്കുകൾ, ഒപ്പം തന്നെ വാട്ടർ കണക്ഷൻ, ഇതൊക്കെ തന്നെ സമ്പൂർണമായി ചെയ്യാൻ ഈ വാർഡിനെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്.
യാഥാർത്ഥ്യമായ നിരവധി പദ്ധതികളാണ് 15ാം വാർഡിൽ ഇനിയും ഉദ്ഘാടനത്തിനൊരുങ്ങുന്നത്. ചടങ്ങിൽ വാർഡ് കൗൺസിലർ പച്ചേരി ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. പച്ചേരി ജലാൽ, കുന്നത്ത് സലാം, താണിയൻ അലി, ചോലമുഖത്ത് മുഹമ്മദ്, കുന്നത്ത് മാനു, കുന്നത്ത് അലി, താണിയൻ അസീസ്, കുറ്റീരി മൂസ, മേലേതിൽ കുഞ്ഞുട്ടി, മേലേതിൽ മുനീർ, മേലേതിൽ റഷീദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ്. ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുതും ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഒക്ടോബർ 24 മുതൽ 27 വരെ ഞങ്ങളുടെ പെരിന്തൽമണ്ണ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രി ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു. വരൂ, പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം.